Good morning, dear traders. Welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ അനാലിസിസ് പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞ അനാലിസിന്റെ റിവ്യൂ നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇന്നലെ യൂറോസിൽ ഞാൻ പറഞ്ഞ വീഡിയോ ഈ ഒരു ഓപ്പോയിൽ വന്ന് റിവേഴ്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ നോക്കാന്നായിരുന്നു പറഞ്ഞത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല. അപ്പോൾ സസ്റ്റെയിൻ ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ അവിടെ നിന്ന് ഷോർട്ട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു 30 or 1 hour ടൈം ഫ്രെയിം ഒക്കെ ക്ലോസ് ചെയ്ത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അവിടെ നിന്ന് എൻട്രി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം കറക്റ്റായിരുന്നു. കറക്റ്റായിട്ട് തന്നെ വന്നു അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല. OB ഫെയിൽ ആവുകയും ആ ഒരു ബുള്ളിഷ് OB ഫെയിൽ ആവുകയും അവിടെ നമുക്ക് ഷോർട്ട് എൻട്രീസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? ഇന്നത്തേക്ക് എന്താണ് യൂറോസിറ്റി ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബെയറിഷ്നസ് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ്. മിനിമം ഈ ഒരു ലോയെങ്കിലും ഇന്ന് ടേക്ക് ഔട്ട് ചെയ്യും. ഒരു 15 മിനിറ്റ് 5 മിനിറ്റിലൊക്കെ റിഫൈൻ ചെയ്ത് എൻട്രി എടുക്കാൻ പറ്റുമോ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി എൻ്റെ ട്രേഡ് പ്ലാനാണ് ഞാൻ പറയുന്നത്. ഒരു 15 മിനിറ്റോ 5 മിനിറ്റിലൊക്കെ ഞാൻ റിഫൈൻ ചെയ്ത് ഈ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും ഞാൻ മെയിനായിട്ട് ഷോർട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഷോർട്ട്സ് കിട്ടുന്നത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ പ്ലാന്. എന്തായാലും ആംബിയറിഷ് ഓൺ യൂറോസിറ്റി. ഡോളർ കേസ് പറയുകയാണെങ്കിൽ ഡോളർ ഈ ഒരു ഹൈ എത്ര വേണേ എന്തായാലും ഞാൻ ബുള്ളിഷാണ്. ഈ ഒരു ഹൈ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ടേക്ക് ഔട്ട് ചെയ്യും. സോ ഈ ഡോളറിൽ ബൈസ് കിട്ടുന്നതോറും നമുക്ക് എന്താണ് നമുക്ക് യൂറോസിറ്റി ഷോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഇൻവേഴ്സ്ലി കോറിലേറ്റഡ് പെയർ ആണ്. അതനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. എൻ്റെ പേഴ്സണൽ ട്രേഡ് പ്ലാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ അതാണ് ഷെയർ ചെയ്യുന്നത്. സോ ഐ ആം ബുള്ളിഷ് ഓൺ US ഡോളർ ആൻഡ് ഐ ആം ബെയറിഷ് ഓൺ യൂറോസിറ്റി. ആൻഡ് ഫൈനലി ഗോൾഡിന് എൻ്റെ ഇന്നത്തെ വ്യൂ പറയാം. ഞാൻ ഇന്നലെ ഗോൾഡിൽ ഒരു ബുള്ളിഷ് വ്യൂ എന്ന് പറഞ്ഞ ശേഷം ഇന്നലെ വീഡിയോ അനാലിസിസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. എനിക്ക് ഇന്നലെ ബുള്ളിഷ് വ്യൂ കിട്ടുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇവിടെ ഒരു ഷോർട്ട് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഏകദേശം ഇവിടെ വെച്ച് പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ നമ്മുടെ കറണ്ട് സ്വിപ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് എൻട്രി ഇവിടെ വെച്ച് ഞാൻ പാർസൽ ചെയ്തു. അതിനുശേഷം ബൈ എൻട്രീസ് ആയിരുന്നു ഞാൻ നോക്കിയത്. അതായത് ഇന്നലെ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് പറഞ്ഞ പോലെ ബൈ എൻട്രീസ് ആണ്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തായിട്ട് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഈ ഒരു ബുള്ളിഷ്നസ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ട്രേഡ് പ്ലാൻ പ്രകാരം ഇതുവരെയുള്ള പ്രൈസ് ആക്ഷൻ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഗോൾഡ് ഇനിയും ഇവിടുന്ന് ഹൈ സ്വിപ്പ് മേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഹൈ എങ്കിലും മിനിമം ടേക്ക് ഔട്ട് ചെയ്യുന്നതാണ് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. ബിഫോർ ദാറ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു സോണായിട്ടായിരിക്കും ഞാൻ എടുക്കുക, ഒരു ഹൈ ആയിട്ടായിരിക്കില്ല. സോ ഈ ഒരു സോണിലേക്ക് വന്നതിന് ശേഷം അതായത് മാർക്കറ്റ് ഇവിടുന്ന് ബൈസ് നടന്നു ഈ ഒരു സോൺ എത്തിക്കഴിയുമ്പോൾ ഞാൻ അതിന് പാർഷ്യൽ ചെയ്യും. ഇവിടെ ഫസ്റ്റ് പാർഷ്യലും ഇവിടെ ആയിരിക്കും എൻ്റെ ഫൈനൽ TP ഞാൻ വെക്കാം. സോ ഇതാണ് എൻ്റെ ഗോൾഡിലെ ട്രേഡ് പ്ലാന്. ഓവറോൾ പറയാനാണെങ്കിൽ ഐ ആം ബുള്ളിഷ് ഓൺ US ഡോളർ ആൻഡ് ഗോൾഡ് ആൻഡ് ഐ ആം ബെയറിഷ് ഓൺ യൂറോസിറ്റി ഫോർ ദി ഡേ. നമുക്ക് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളും നോക്കാം. ഇന്ന് September 10th ആണ്. ഇന്ന് GBP മാത്രമേ ന്യൂസ് ഉള്ളൂ. അത് എനിക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണെന്ന് എനിക്കറിയില്ല. ഞാനത് GBP പേഴ്സണലി നോക്കൽ കുറവാണ്, നിങ്ങൾക്കറിയാതെ. എന്തായാലും USD ആൻഡ് യൂറോ റിലേറ്റഡ് ആയിട്ട് പ്രത്യേക ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. USD യൂറോ ട്രേഡ് ചെയ്യുന്നത് സേഫ് ആയിട്ടുള്ള ദിവസം തന്നെയാണ്. ആൻഡ് നിങ്ങൾക്ക് ICT ലേണിംഗ് സീരീസ് കാണാത്തവരെ നിങ്ങൾക്ക് കാണാം. കൺസെപ്റ്റ്സിന്റെ യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ICT കൺസെപ്റ്റ്സ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോസ് ആണ്. 15 എപ്പിസോഡുകൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ആഴ്ചകളുടെ അടുത്തടുത്ത എപ്പിസോഡുകളായിട്ട് വരുന്നതായിരിക്കും. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കൺസെപ്റ്റ്സ് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കൺസെപ്റ്റ്സ്.